മുഖർ ശുഭ് ആശീർവാദ് ചടങ്ങുകൾ ഇന്ന് മുംബൈയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ പല അനുഭവ കഥകളും നമ്മുടെ മുന്നിലുണ്ട്. അനുദിനം ഇരകളാകുന്നവരുടെ എണ്ണവും നിരവധിയാണ്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കുകയാണ്. എങ്ങനെയെന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കപ്പെടുന്നു. എങ്ങനെയെന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ചതിക്കുഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഈ ഇടപാടുകൾ ആരെയും ഞെട്ടിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങളറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താല്പര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് ഭയാനകം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ പറഞ്ഞാൽ സേഫ് എന്ന് കൊടുത്ത് ആൾക്കാർ അയക്കുന്ന എന്ന് വെച്ചാൽ ഗേൾസ് അയക്കുന്ന ഫോട്ടോസും അവരുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്കാവുന്നത്. ഇത് ലീക്കാവുന്ന പറഞ്ഞാൽ ഡിസപ്പിയറിങ് മെസ്സേജസ്, വാനിഷ് മോഡ് എന്ന് ഇപ്പം വാനിഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റിലുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റിൻ്റെ അകത്തുനിന്ന് വന്ന ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സാധനമല്ല, ഇവർ ഡിസപ്പിയർ ആയി പോകുമെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിന് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലഗ്രാമിലും എല്ലാം അയക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കുന്നത്. ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിന്റെ ചാറ്റാണ്. എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിന് ശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വീട്ടിലെ ഹോംലി പിക്ക്, നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ പിക്ക്, അമ്മമാരുടെ പിക്കൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റാണിത്. അതിന് താഴെ എത്രത്തോളം മോശമായി, എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമന്റുകളാണ് താഴെ വരുന്നത് മൊത്തം. അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റ് പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും. ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ, ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത്. ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമന്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും. 100 കണക്കിന് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്, മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമുള്ളത്, അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളത്, യുവതികളുടേത്, അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. റേപ്പ് വീഡിയോകൾ വരെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ മെയിൻ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തുന്നത്. ശേഷം ടെലഗ്രാം AI ബോട്ടുകൾ വഴി മോർഫ് ചെയ്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിൽ പലതും പണം ലഭിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഷെയർ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പുകളാണ്. അതുമല്ലെങ്കിൽ ഭാര്യ, അമ്മ, പെങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം. ആയിരക്കണക്കിന് അംഗങ്ങളാണ് ഓരോ ഗ്രൂപ്പുകളിലുമുള്ളത്. ഗ്രൂപ്പുകൾ പലതും അതീവ സുരക്ഷ നേടി പ്രവർത്തിക്കുന്നതാണ്. സൈബർ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. നിങ്ങളറിയാതെ പിന്തുടരുന്ന ചതിക്കുഴികൾ കരുതിയിരിക്കാം. സ്വന്തം വീടിനുള്ളിലും
സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും ഏറെ ജാഗ്രത പുലർത്തണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷംന തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഷംന, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിൽ, ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം ചതിക്കുഴികൾ അത് വ്യക്തമാക്കുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അവബോധമുണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണ്. കൂടുതൽ ശ്രദ്ധിക്കണം, കരുതണം. നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ അനസ്യൂതം അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ വാർത്തയുടെ കാമ്പായി ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണ വഴിയിൽ ഷംനയ്ക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം ചതി വലയങ്ങൾ നമ്മൾ മുമ്പും വാർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം വീടുകളിൽ നടക്കുന്ന ഇത്തരം നമ്മുടെ വീടുകളിൽ നിന്ന് വരെ ഈ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. സ്വന്തം അമ്മയുടെ ചിത്രങ്ങൾ, സ്വന്തം സഹോദരിയുടെ, ഭാര്യയുടെയൊക്കെ ചിത്രങ്ങൾ പല ആവശ്യങ്ങൾക്ക് ലൈംഗിക താല്പര്യത്തോടെ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഇത്തരം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഫോട്ടോ അയച്ച് അതിന് താഴെ വരുന്ന അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ അത് കണ്ട് ആസ്വദിക്കുന്നത് സ്വന്തം മകനോ സ്വന്തം സഹോദരനോ ഭർത്താവോ ഒക്കെയാണ്. എത്രത്തോളം മോശമായ രീതിയിലാണോ ആ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ, അതനുസരിച്ച് വീണ്ടും ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ മാത്രമല്ല എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ വീടുകളിൽ നമ്മൾ അറിയാതെ എടുക്കുന്ന ചിത്രങ്ങളാണിത്. അത് തന്നെ പിന്നീട് മറ്റു ഗ്രൂപ്പുകളിൽ എത്തുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും 10 സെക്കൻഡൊക്കെ ടൈമർ വെച്ചാണ് അയക്കുന്നതെങ്കിൽ പോലും ആ 10 സെക്കൻഡിനുള്ളിൽ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ലഭിക്കണമെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ഫോട്ടോസ്, 1-2 ഫോട്ടോസ് അല്ല, അതിൽ കൂടുതൽ ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിനുമപ്പുറം ഞാൻ നിങ്ങൾക്ക് തരാം, എൻ്റെ അമ്മയുടെയോ സഹോദരിയുടെ ചിത്രങ്ങൾ തരാം, ഇത്ര രൂപ, ഇത്ര പണം നൽകണം. സ്വന്തം അമ്മയുടെ ചിത്രങ്ങളാണ് ഈ മകൻ വിൽക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട്. അത്തരം സംഭാഷണങ്ങൾ ഇവരൊരു സുഖം കണ്ടെത്തുന്നുണ്ട്. ഒരു എത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയിലോട്ടാണ് കേരളം പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പകരമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് തരാം, പകരം നിങ്ങളുടെ കയ്യിലുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഫോട്ടോസ് പോകുന്നത്. പല ഗ്രൂപ്പുകളും ഇത്തരത്തിൽ പണം ലഭിച്ചാൽ മാത്രം കിട്ടുന്നതാണ്, അതല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ നമ്മുടെ അമ്മമാരെയോ പെങ്ങന്മാരെയോ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഇതിൽ ഓരോ ഗ്രൂപ്പിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് മെമ്പർമാരുണ്ട്, ഇത്തരത്തിൽ 100-കണക്കിന് ഗ്രൂപ്പുകളുണ്ട് എന്നത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ സാധാരണക്കാരുടെ ഫോട്ടോസ്, സാധാരണ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലഭിക്കുന്ന മറ്റു ഗ്രൂപ്പുകളുണ്ട്. വളരെ മോശമായ രീതിയിൽ അതിനെ മോർഫ് ചെയ്ത് പണത്തിന് വേണ്ടി പലപ്പോഴും 50 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ ഒരു വീഡിയോക്ക് വരെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചിത്രത്തിന് വരെയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇത് പണത്തിന് വേണ്ടി, ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതൊക്കെ സ്വാഭാവികമല്ലേ, സാധാരണയല്ലേ എന്ന് ചോദിച്ച് പലരും ഇതിന് കമൻ്റായോ ഒക്കെ എത്തുന്നത് കണ്ടു. പക്ഷേ ഒരിക്കലും ഒരു അമ്മയോ ഒരു സഹോദരിയോ ഒരു ഭാര്യയോ ഒന്നും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ കാര്യം. സ്വന്തം മക്കളെ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു അമ്മയും ചിന്തിക്കും, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിൽ തന്നെയാണ് നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് കുടുംബങ്ങളോട് പറയുന്നതും. നമ്മുടെ വീടുകളിൽ നമ്മൾ അറിയാതെ ഒരു ക്യാമറ കണ്ണുണ്ട്, അതിലാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. രഞ്ജിത്ത്, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്നു. ബൈജു, മഴ 2 ദിവസമായി ഉണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു ആ മേഖലകളിൽ. ഇന്നത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ്. മലയോര മേഖലകളിൽ നമുക്കറിയാം
ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ ഈ രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലെ യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഈ തീരപ്രദേശങ്ങളിൽ വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള, ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടാൻ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആരെയും തന്നെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. മിക്ക പുഴകൾ, അതായത് 13ഓളം പുഴകളാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ളത്. ഈ പുഴകളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴ തന്നെയാണ്. ഒപ്പം എടുത്തു പറയാനുള്ളത് ദക്ഷിണ കന്നഡ ജില്ലയിലാണ്. ഈ പ്രദേശങ്ങളിലും ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴ ഇപ്പോഴും അതേ രീതിയിൽ, അതേ തീവ്രതയിൽ തന്നെ തുടരുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ തന്നെയാണ് വലിയ തോതിലുള്ള മഴ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച വരെ ഓറഞ്ച് അലർട്ടാണ് ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. ജാഗ്രത ഉണ്ടാകണമെന്ന അറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. രഞ്ജിത്ത്. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ റെയിൽവേ കരാർ ജീവനക്കാരനായി തെരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സമീപം ശുചീകരണം നടത്തുന്നതിനിടെ 10:30 അപകടം. മാറായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇദ്ദേഹത്തെ കണ്ടെടുക്കുക എന്നതാണ് രക്ഷാദൗത്യം ശ്രമകരമാക്കുന്നത്. ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരം മേയർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തെരച്ചിലിന് അദ്ദേഹം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്ന മുങ്ങൽ വിദഗ്ധരുടെ ദൃശ്യങ്ങളാണ്. മേയർ ആര്യ രാജേന്ദ്രൻ അവിടെയുണ്ട്. ഈ ശുചീകരണ പരിപാടികൾക്കുള്ള നേതൃപരമായ പങ്ക് അവർ വഹിക്കുകയാണ്. ഏതായാലും ഇത് ദാരുണമായ ഒരു സംഭവമായി കൂടി മാറുന്ന പശ്ചാത്തലമുണ്ട്. മാലിന്യത്തിൻ്റെ കൂമ്പാരമായ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലാണ് തെരച്ചിൽ. ഈ മാധ്യമങ്ങളോട് ആദ്യം പറയാനുള്ളത്, ഇതൊരു സന്ദർഭമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. കാരണം ഞാൻ ചില വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എല്ലാ മാധ്യമങ്ങളും അല്ല, ചില ആളുകൾ ഇതിനെ കൂടി ഒരു അവസരമാക്കി എടുത്ത് നഗരസഭയെ എങ്ങനെയെങ്കിലും മോശപ്പെടുത്താനാണ്. അത് ഈ ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തരുത്. മറ്റു അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ സത്യാവസ്ഥ അന്വേഷിക്കണമല്ലോ. ഞാൻ പറഞ്ഞ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിലല്ലേ പറഞ്ഞു, ചില നറേറ്റീവുകൾ അത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതല്ലാത്ത നറേറ്റീവുകളാണ്. നിങ്ങൾക്ക് വിമർശിക്കാൻ അവസരമുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോ പ്രധാനമായും ഇതിന്റെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ആ മനുഷ്യജീവൻ തിരിച്ചു കണ്ടെത്തുക എന്നുള്ളതാണ്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുണ്ട്. റെയിൽവേ കൊടുത്തിട്ടുള്ള കരാറാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല, അല്ലാതെ തന്നെ അവര് വർക്കിന്റെ ഭാഗമായി ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കരാറ് എടുത്തിട്ടുള്ള അതിന്റെ ഒരു ചുമതലപ്പെട്ട ഒരാളുണ്ടാവുമല്ലോ, അവരോടുകൂടി സംസാരിക്കാം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിലവിൽ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? അല്ല, ഇപ്പോൾ ഫയർഫോഴ്സുമായി സംസാരിച്ചിട്ടില്ല. ഞാൻ ബാക്കി റെയിൽവേയുമായി ബന്ധപ്പെട്ട സംസാരമാണ് നടത്തിയിട്ടുള്ളത്. 3 പേരായിരുന്നു ഇറങ്ങിയിരുന്നത്. അതിലൊരാളെയാണ് കാണാതില്ലാതെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ബാക്കി കാര്യങ്ങൾ അവരുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മേയർ ആര്യ രാജേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. അവരവിടെ ഉണ്ട്, സംഭവ സ്ഥലത്ത് അവരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുങ്ങൽ വിദഗ്ധർ ഈ സ്ഥലത്തിറങ്ങി തെരച്ചിൽ നടത്തുന്ന, മൃതദേഹത്തിനായുള്ള തെരച്ചിൽ, ഇയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും മറ്റുമുള്ളത്. ടണലാണ് അവിടെ എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഡാൻ കുര്യനുണ്ട്? ഡാൻ, എന്താണ് ഈ തെരച്ചിൽ നീളാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്? ആഴം കാര്യമായി ഇല്ല എന്ന് തോന്നുന്നു. മറ്റ് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? രഞ്ജിത്ത്, ആമയിഴഞ്ചാൻ തോട്ടിന്റെ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കൈവഴിയിൽ ആണ് 10:30 ശേഷം ഇദ്ദേഹം 3 പേരാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ജോലിയുടെ ഭാഗമായി കരാർ ജീവനക്കാരായി ഈ കൈവഴിയിലേക്ക് ഇറങ്ങിയത്. അതിൽ ഒരാൾ, ഈ ശക്തമായ മഴയുണ്ടായിരുന്നു,
ആ വെള്ളം അതിശക്തമായി ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വകവയ്ക്കാതെ അദ്ദേഹം ഇതിന്റെ ഇടതുവശത്തേക്ക്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആമയിഴഞ്ചൻ തോട്ടിന്റെ കൈവഴിയുടെ ഇടത് വശത്തേക്ക് അദ്ദേഹം ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈ പിടുത്തം കിട്ടാതെ വെള്ളത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. തുടർന്ന് തൽക്ഷണം അദ്ദേഹം നീങ്ങി ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് എത്തുന്നു. പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേർ, ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകൾ, ആ സംഭവത്തിന് സാക്ഷികളായ ആളുകൾ, അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി. അവരുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് ഏതാണ്ട് 2 മണിക്കൂർ കഴിയാൻ പോകുന്നു ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ഇടതുവശത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ 2 പേർ വിശദമായി പരിശോധന നടത്തി. പക്ഷേ ആ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഈ ആമയിഴഞ്ചൻ തോട്ടിന്റെ ഇടതുവശത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വലതുവശത്തും സമാനമായ തരത്തിൽ പരിശോധന നടത്തി, അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ഈ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ വലിയ വലയ്ക്കുള്ളിലാക്കി അത് അവിടെ നിന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ട് വീണ്ടും പരിശോധന നടത്തുന്ന സാഹസികമായ ഒരു ദൌത്യത്തിലേക്ക് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളിവിടെ വന്നതിന് ശേഷം തന്നെ ഏതാണ്ട് 2-3 തവണ 2 വർഷങ്ങളായി അവർ ഈ ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രത്യേകം സജ്ജമാക്കിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർ ആ പരിശോധനകൾക്ക് വേണ്ടി അവിടേക്ക് എത്തിയിരുന്നു. മാലിന്യങ്ങൾ ആ കാണുന്ന കൈവരിക്കപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ അക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയില്ല. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ഒഴുകിപ്പോയിട്ടുണ്ടോ അക്കാര്യത്തെക്കുറിച്ചും ധാരണയില്ല. പക്ഷേ ഇതിന്റെ ഒരു വശത്ത്, മറുവശത്ത് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ആ വശത്തും ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട്. അവിടെ ഏതെങ്കിലും വശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നടത്തുന്ന ശ്രമം. എവിടെയെങ്കിലും അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കാലുകൾ വെച്ച് തടഞ്ഞ് തപ്പി നോക്കുകയാണ്. പക്ഷേ ഇതിനോടകം അതിന്റെ മറുവശങ്ങളിലൊന്നും നടത്തിയ പരിശോധനകളിൽ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി അരയാൾ പൊക്കത്തിൽ നിറഞ്ഞിരിക്കുന്നത് മാലിന്യങ്ങളാണ്. വെള്ളം താഴുന്നതിനനുസരിച്ച് മാലിന്യങ്ങൾ അവിടേക്ക് കുമിയാൻ തുടങ്ങും. ആ കുമിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് ഈ ജോയിയെ ഉയർത്തി മുകളിലേക്ക് എടുക്കുക എന്നതാണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മുകളിൽ അടിയുന്ന മാലിന്യങ്ങൾ വലയിലാക്കിയും അല്ലാതെയും വശങ്ങളിലേക്ക് മാറ്റുന്ന ദൌത്യങ്ങളാണ് പുരോഗമിക്കുന്നത്. ആ ദൌത്യങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ നേരം നടത്തിയതിനു ശേഷമാണ് അവർക്ക് 2 വശങ്ങളിലേക്കും മുങ്ങി തപ്പാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങിയത്. അങ്ങനെ 2 തവണ മുങ്ങി ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ അവർ പരിശോധന നടത്തിയിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്ത് ആ വലിയ വലയ്ക്കുള്ളിലേക്ക് അവിടെ നിന്ന് മാലിന്യങ്ങൾ നിറച്ച് അത് വശങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം, ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കിയതിനു ശേഷം ഇപ്പോൾ വീണ്ടും പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ മാലിന്യ കൂമ്പാരമാണ്. നമുക്കറിയാം ആമയിഴഞ്ചാൻ തോട് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പേറുന്ന ഒരു ജലാശയം കൂടിയാണ് ആമയിഴഞ്ചാൻ തോട്. ഇവിടെയാണ് ഈ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ്. ഈ മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങുക എന്നുള്ളത്, അത് രക്ഷിക്കുക, പുറത്തെടുക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ തൊഴിലാളികൾ ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി കഴിഞ്ഞ 1 മണിക്കൂറായി നടത്തുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 1.5 മണിക്കൂറോളമായി ഈ ശ്രമങ്ങൾ തുടരുന്നത്. പക്ഷേ ഇപ്പോഴും ആ ചെറിയ തോടിന് ആഴമില്ല എങ്കിൽ പോലും ഈ മാലിന്യങ്ങളുടെ ഒരു വലിയ പെരുക്കം കാരണം ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് എത്താൻ ഇതുവരെ സാധിക്കാത്ത ഒരവസ്ഥ കൂടി ഉണ്ട്. നേരത്തെ ഡാൻ മേയർ എത്തിയിരുന്നു. മേയർ എത്തിയതിനു ശേഷം എന്തെങ്കിലും കൂടുതൽ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അത്ര പെട്ടെന്ന്, അതായത് ഇത് ഒരു വെള്ളം മാത്രമായിരുന്നുവെങ്കിൽ കൂടുതൽ ആളുകളെ ഈ വെള്ളത്തിലേക്ക് ഇറക്കി ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദൌത്യത്തിന് കഴിയുന്ന സാഹചര്യമല്ല നിലവിൽ. അതിന്റെ കാരണവും നമുക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം മാലിന്യ കൂമ്പാരമാണ്. ആ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരത്തിനിടയിലേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങിയാൽ അത് രക്ഷാദൌത്യത്തെ തന്നെ ദുഷ്കരമായി ബാധിക്കും. അതുകൊണ്ടാണ് പരിശീലനം നേടിയ 5 ഉദ്യോഗസ്ഥർ, ആ 5 ഉദ്യോഗസ്ഥരാണ് വെള്ളത്തിനകത്ത് ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2 പേരാണ് ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ച മാസ്കുകളുമായി ഈ മാലിന്യ കൂമ്പാരത്തിന് അടിയിൽ ഇറങ്ങി ദീർഘനേരം പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനകളിലൊന്നും അവർക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ ചെയ്യുന്ന ദൌത്യം 5 പേർ ഒരുമിച്ച് കൈയോട് കൈ ചേർത്ത് നിന്ന് കാലുകൾ ഉപയോഗിച്ച് എവിടെയെങ്കിലും അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഉള്ള പരിശോധന നടത്തുകയാണ്. പക്ഷേ അത് ഇതിനോടകം ഫലം കണ്ടിട്ടില്ല എന്ന് വേണം നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ദൗത്യം തുടരുകയാണ്. ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നുള്ളതാണ്. കാരണം നേരത്തെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, അവർ ആ തോട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്, മുങ്ങി താഴേണ്ട അവസ്ഥയില്ല. കാരണം വെള്ളം കുറവാണ്,
മാലിന്യ കൂമ്പാരം കാണാം, ഒപ്പം ചെളിയുടെ പ്രശ്നമുണ്ട്, ഒഴുക്ക് അടിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒഴുകിപ്പോകാനുള്ള സാധ്യതകളുണ്ട് കൂടുതലായി. ഇപ്പോൾ ഇവർ ഈ ശ്രമം അല്പസമയത്തേക്കൊന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം പൂർണ്ണമായും ഈ മാലിന്യങ്ങൾ നീക്കാതെ ഒരു തരത്തിലും ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ എന്താണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്? ആന്റണി രാജു MLA ടെലിഫോണിലുണ്ട്. ശ്രീ ആന്റണി രാജു, താങ്കൾ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അറിഞ്ഞ വിവരം? സംഭവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാനിപ്പോ നഗരപ്രദേശം അവിടെ അടുത്തില്ലാത്തതുകൊണ്ട് അവിടെ എത്താൻ പറ്റാത്ത മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളെല്ലാം അവിടെ തന്നെ ഉണ്ട്. 10:30 ഈ തൊഴിലാളിയെ ക്ലീനിങ്ങിന് പോയ തൊഴിലാളിയെ കാണാതായിരിക്കുന്നത്. അപ്പൊ ഇത് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഈ തോട് വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്ന ക്ലീൻ ചെയ്യണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാൻ അതിന്റെ അടിയിലേക്ക് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളിയാണ് കാണാതിരിക്കുന്നത്. ഇത്രയും സമയമായിട്ട് കണ്ടുകിട്ടിയിട്ടില്ല. അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നു. ആന്റണി രാജു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി സർ. ആന്റണി രാജു MLA ആണ് പ്രതികരിച്ചത്. ഏതായാലും മേയറടക്കം സംഭവസ്ഥലത്തുണ്ട്. മേയറുടെ നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നത്. ഡാൻ, ഇപ്പോൾ ഇവർ ഈ രക്ഷാദൗത്യം അല്പസമയത്തേക്കൊന്ന് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണോ? പ്രതികൂലമായി ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മഴ ഒഴിച്ചു വെച്ചാൽ? രക്ഷാദൗത്യം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിയെന്നും പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഇവിടെ നിന്ന് ഈ മാലിന്യങ്ങൾ ഒരു വശത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയ വലയ്ക്കുള്ളിലേക്ക് ആക്കുക എന്ന് പറയുന്നത് തന്നെ ദുഷ്കരമായ ഒരു ദൌത്യമാണ്. ആ ദൌത്യമാണ് ഏറെ നേരം എടുത്ത് അവർ പൂർത്തിയാക്കി. വലിയ വടങ്ങൾ കെട്ടിയ വലയ്ക്കുള്ളിൽ ആ മാലിന്യങ്ങൾ അവരാവുന്നത്ര നിറച്ച് അത് ഒരു വശത്തേക്ക് നീക്കി മാറ്റി വീണ്ടും പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് കാലുകൾ ഉപയോഗിച്ച് തടഞ്ഞ് അങ്ങനെ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടത്തി. പക്ഷേ അവിടെയൊന്നും അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നതിനുള്ള സൂചനകളില്ല. അവർ തിരികെ മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറിയതിനു ശേഷം നമുക്ക് അവരോട് ഒരുപക്ഷെ പ്രതികരണം ആരായാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. എന്തായാലും നിലവിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹം സാറേ അദ്ദേഹത്തെ കണ്ടത് എവിടെയാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതിനകത്ത് അത്രയും വേസ്റ്റാണ്. വേസ്റ്റ് ഒരു 2 മീറ്ററോളം കനത്തിൽ വേസ്റ്റ്. അതിന്റെ അടിയിൽ കൂടെ ഇപ്പൊ നമ്മൾ പോയത്. അറ്റം വരെയും ഇതുപോലെ അങ്ങ് അറ്റം വരെ വേസ്റ്റ് കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോ പോയത്. ഇനി അപ്പുറത്ത് എത്രത്തോളം അങ്ങോട്ട് നീളം ഉണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ. 7 മീറ്ററോളം ഇതിന്റെ അടിയിൽ കൂടെ അങ്ങ് പോയി. ഓക്കെ, അദ്ദേഹം നൽകുന്ന അവർ ഈ ദൌത്യത്തിൽ പങ്കെടുത്തതിന് ശേഷം മുകളിലേക്ക് ഉദ്യോഗസ്ഥർ കയറി വരികയാണ്. ഏതാണ്ട് അവർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അവർ നടത്തിയ സ്ഥലങ്ങളിൽ, പരിശോധന നടത്തിയ സ്ഥലങ്ങളിലൊന്നും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടോ? അതിന്റെ എൻഡ് പോയി നോക്കിയിട്ട് വരാൻ ചാക്കിന്ന് നെറ്റ് വരാൻ ലേറ്റ് ആവും. അതായത് ചാക്കയിലെ അഗ്നിശമന സേനയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയതിനു ശേഷം ഈ പരിശോധനകൾക്ക് വേണ്ടി ഇവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ PK രാജു കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ PK രാജു, 7 മീറ്ററോളം അവർ തിരഞ്ഞു. പക്ഷേ ഈ 2 മീറ്റർ കണക്കിന് പൊക്കത്തിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ് ആ തോടിനുള്ളിൽ. അദ്ദേഹം ഇല്ല, ടെലിഫോൺ ലൈനിലില്ല. ആമയിഴഞ്ചാത്തോട് പിടിച്ചു നിർത്തിയേക്കാണ്. ഇതിന്റെ അപ്പുറം ഭാഗം നോക്കുക എന്നുള്ളതാണ്. അതെ, ഇപ്പൊ അപ്പുറത്തെങ്ങാനും സാധ്യത ഉണ്ടോ എന്ന് നോക്കുക, അവിടെ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ തന്നെ തടഞ്ഞിരിക്കാനാണ് സാധ്യത. ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറവാണ്. ഈ വേസ്റ്റ് കിടക്കുന്നത് മാറ്റിയാലേ പിന്നെ ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും അയാൾ കുരുങ്ങിയിരിപ്പുണ്ട്. ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് ആണ്, തടിയൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അതിലെങ്ങാനും തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൈവ് ചെയ്ത് നോക്കുന്നതിനൊക്കെ കുറച്ച് അല്ലാതെ നോക്കുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ ആഴമുള്ള ഭാഗത്ത് കുറച്ച് ഭാഗത്തോടെ വേസ്റ്റ് എടുക്കുന്നവര് എങ്ങനെ ഒരു മുൻകരുതലോടെ ഇറങ്ങണം ഇത്രയും ഒഴുക്കുള്ള സമയത്ത് അത് ശ്രമിക്കാതിരിക്കാനും മുന്നേ കൂട്ടി മഴ വരും എന്നുള്ള അറിയാലോ. അപ്പൊ അതിന് മുന്നേ ഇത് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു വീടും കണക്കി മാറാവുള്ളൂ. ഞാനും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അവിടെ അവർ അല്പസമയത്തേക്ക് ഇനി ഫയർഫോഴ്സിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയുള്ള തിരച്ചിൽ വേണമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്.
കാരണം നമുക്കറിയാം എപ്പോഴും നഗരത്തിൻ്റെ ഒരു ശാപമാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഡാൻ? ചാക്കയിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ സജ്ജീകരണങ്ങളുമായി ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറമാൻ വിനോദ് ഇതിന് മറുവശത്തുള്ള ആ ദൃശ്യങ്ങൾ കൂടി അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയും മാലിന്യമാണ് ഇവിടെ കുമിഞ്ഞു കിടക്കുന്നതെന്ന്. ആ വെള്ള നിറത്തിൽ കാണുന്നത് അത്രയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ആ മാലിന്യങ്ങളാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു വശത്തെ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്. അതിന് മറുവശത്തായി മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കിടന്ന സ്ഥലത്തേക്ക് അവ നീക്കം ചെയ്യുന്നതിന് ഇറങ്ങിയതിനിടയിലാണ് മാരായമുട്ടം സ്വദേശിയായ ജോയി ഈ ദാരുണമായ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെ അവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. കാരണം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരാളെ മുകളിലേക്ക് രക്ഷപ്പെടുത്തി ഉയർത്തുന്നത് പോലെ എളുപ്പമുള്ള ദൌത്യമല്ല ഇത്. കാരണം അത്രയധികം മാലിന്യമാണ്. വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന്റെ ഭാരം വീണ്ടും കൂടും. ആ മാലിന്യങ്ങൾ അവരാൽ ആവുന്ന അത്രയും രണ്ട് വശങ്ങളിലേക്ക് വകഞ്ഞു മാറ്റി നടത്തിയ പരിശോധനയിലൊന്നും ഈ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഉള്ളതായുള്ള സൂചനകൾ ഒന്നും ലഭിക്കുന്നില്ല. അതിനുശേഷമാണ് ഏറെ നേരം ഏതാണ്ട് 1.5 മണിക്കൂർ ആ വെള്ളത്തിൽ മുങ്ങി പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം 5 അംഗ സംഘം അഗ്നിശമന സേനയുടെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള 5 ഉദ്യോഗസ്ഥ സംഘം സ്കൂബ ഡൈവേഴ്സ് അടക്കം അവർ മുകളിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഈ ഭാഗങ്ങളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജോയി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇതിന്റെ മറുവശത്തേക്ക് പരിശോധനകളുടെ ഭാഗമായി അവർ കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചാക്കയിൽ നിന്ന് കൂടുതൽ സജ്ജീകരണങ്ങളുമായി കൂടുതൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ എത്തിയതിന് ശേഷമായിരിക്കും തുടർന്നങ്ങോട്ട് പരിശോധനകൾ നടത്തുക. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് അസാധ്യമായിട്ടുള്ള കാര്യം ആണ് എന്ന് വേണം ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത്. രക്ഷാദൗത്യം ദുഷ്കരമാണ്. ആഴം കുറഞ്ഞ തോടാണ് എങ്കിൽ പോലും മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം കൊണ്ട് ആ ബോഡി അതിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മണിക്കൂറുകളായി 1-2 മണിക്കൂറായി ഈ രക്ഷാ സംഘം അവിടെ അത്തരത്തിലുള്ള ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു തോട് അവിടെ ഇറങ്ങി ആളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അത്തരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം റെയിൽവേയുടെ കരാർ തൊഴിലാളിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. 3 പേരാണ് ശുചീകരണത്തിനായി അവിടെ ഏർപ്പെട്ടിരുന്നത്. അതിൽ ഒരാൾക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. 2 പേരെ രക്ഷപ്പെടുത്താനായി 2 പേർ ആ അപകടത്തിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. മഴ ശക്തമായപ്പോൾ അവർ കയറുകയായിരുന്നു. ഈ വെള്ളത്തിൽ വീണ ആളോടും കയറാൻ ആവശ്യപ്പെട്ടു എങ്കിൽ പോലും ശുചീകരണം തുടർന്ന് തെന്നി വീഴുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർന്ന് സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമായി കൂടി ഇത് മാറുകയാണ്. തിരച്ചിലുകൾ തുടരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും തുടരും. കൂടുതൽ ശുചീകരണ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന കൂടുതൽ വിദഗ്ധർ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്നായിരിക്കും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുക. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നൊഴുകുന്ന ആമയിഴഞ്ചാൻ തോടിലാണ് ഈ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. റെയിൽവേ സ്റ്റേഷനകത്തുള്ള ചില മേഖലകളിലുമുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയും ചില കുഴികളും അടക്കമുണ്ട്. അവിടെ ചില വെള്ളക്കെട്ടുകളുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയും അത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നും മനസ്സിലാകുന്നു. അങ്ങനെ സാധ്യമായ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്ന സാഹചര്യമുണ്ട്. MG മിഥുൻ കൂടി അവിടെ ചേരുകയാണ്. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? രക്ഷാദൗത്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിയുണ്ടോ? ഇപ്പോൾ അദ്ദേഹം വീണ ആ പരിസരത്ത് പരിശോധന പൂർത്തിയാക്കി തിരിച്ചു വരാം. ഡാനിലേക്ക് ഒന്ന് പോകണം. ചില നിർണായക വിവരങ്ങൾ ഡാൻ നൽകാനുണ്ട്. ഡാൻ തുടരാം. മേയർ ഒപ്പമുണ്ടെന്ന് തോന്നുന്നു. തുടരാം. തീർച്ചയായിട്ടും മേയർ എന്നോടൊപ്പം ചേരുകയാണ്. ആര്യ, നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ അവിടെ നിന്ന് കയറി വന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നതാണ് അവരുടെ ഈ ദൌത്യവും ശ്രമകരമാക്കിയെന്നാണ്. നമുക്ക് ഈ മാലിന്യ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിലകൊള്ളുന്നത് എന്താണ്? യഥാർത്ഥ പ്രശ്നം അല്ല, മാലിന്യ നീക്കമായിരുന്നു ശരിക്കും ഇവിടെ റെയിൽവേ കൊടുത്തിരുന്ന പ്രവൃത്തി. അതായത് ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് മേജർ ഇറിഗേഷന്റെ കീഴിൽ വരുന്ന ഒരു തോടാണ്.
മറ്റൊന്ന് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്തായതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള നഗരസഭ കൂടി എന്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും ചേർന്ന യോഗത്തിൽ ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ തവണ എല്ലാം മഴയുണ്ടായതിനെ തുടർന്ന് റെയിൽവേയുടെ ഭാഗത്തുള്ള ഈ തോട് ക്ലീൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ഒരു സ്വകാര്യ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്ടർ അതെടുക്കുകയും കോൺട്രാക്ടറിന്റെ കീഴിലുള്ള തൊഴിലാളികളെ വെച്ച് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. നഗരസഭയ്ക്ക് അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഒരു റോളില്ല, അത് കാരണം മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പ്രോപ്പർട്ടിയാണല്ലോ, അതുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യട്ടെ എന്നുള്ള തീരുമാനം. സ്വാഭാവികമായി ഈ പ്രോപ്പർട്ടി തുടങ്ങുന്നത് ആ വശത്ത് നിന്നാണ്, നമുക്ക് ആ റോഡിന്റെ ആ വശത്ത് നിന്നാണ്. പക്ഷെ അതിനപ്പുറത്തെ വശത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നു. അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൌത്യം നേരത്തെ തന്നെ തുടങ്ങിയതല്ലേ? അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ? നഗരസഭ ഇതിനകത്ത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പ്രവർത്തികളും അവരാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പൊതുബോധം നമ്മുടെ ജലാശയങ്ങളിൽ മാലിന്യം തള്ളാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജലാശയങ്ങളിൽ മാലിന്യം തള്ളുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് തന്നെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ 100 വാർഡുകളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ 100 ഹരിതകർമ്മസേന മുഖാന്തരം നമുക്ക് ഈ മാലിന്യം കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നഗരസഭയുടെ ഭാഗമായി നടന്നു വരികയാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം, പൊതുവിൽ ഉണ്ടാകുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് മാലിന്യം വലിച്ചെറിയുക എന്നുള്ളതാണ്. അതിൽ ഒരുപാട് മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ, ഇപ്പോൾ ഉപ്പളാമൂട് പാലത്തിന്റെ അവിടെയാകട്ടെ, ഈ ആമേഴഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളാകട്ടെ, ബന്ധപ്പെട്ട വകുപ്പുകൾ, നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ എന്റെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബന്ധപ്പെട്ട വകുപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അധിക ചുമതല നഗരസഭ പലപ്പോഴും വഹിക്കാറുണ്ട്. നമ്മളെപ്പോഴും കാണുന്നത് ആ സ്ഥലങ്ങളിൽ നമ്മൾ മാലിന്യം മാറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മാലിന്യം നിറയുകയാണ്, പലയിടത്തുനിന്ന് ഒഴുകി വരികയാണ് വെള്ളത്തിന്റെ മൂവ്മെന്റിന്റെ കാരണം. അപ്പൊ എവിടെയെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇത്തരത്തിൽ ഒരു ബോധപൂർവമായ ശ്രമമുണ്ട് എങ്കിൽ അത് പൊതുജനങ്ങളും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളും എല്ലാം ഇടപെട്ടുകൊണ്ട്, നഗരസഭയെ പോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ ഒരു കേരളം എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ എല്ലാവരുടെയും സഹകരണം. ഒരു ചെറിയ സംശയം കൂടി, അതായത് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് 10,000-കണക്കിന് ആളുകൾ ഈ നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നതാണ്. അവിടെ ഒരു ദിവസം കൊണ്ട് സാഹസികമായ ഒരു ദൌത്യത്തിലൂടെയാണ് നഗരം പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നത്. സമാനമായ തരത്തിൽ ഒരു മാരത്തൺ യജ്ഞം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിയാൽ സ്വാഭാവികമായി ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു ദുഷ്കരമായ അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് ഒരു പരിധി തടയാൻ കഴിയത്തില്ല. നമ്മുടെ നഗരത്തിൽ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാലിന്യ കൂമ്പാരങ്ങൾ സാധാരണയായി കാണാൻ കഴിയാത്തൊരു നഗരമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. അതിന്റെ കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു വിപുലമായ പദ്ധതി കേരളത്തിൽ നടന്നുവരുന്നു. അതിൽ ഏറ്റവും മാതൃകാപരമായ ഇടപെടൽ നടത്താൻ കഴിയുന്നത് നമുക്ക് തന്നെയാണ്. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ചില ആളുകൾ ബോധപൂർവമായി മാലിന്യങ്ങൾ ചിലയിടത്ത് വലിച്ചെറിയുന്നു. അത് തടയാൻ നഗരസഭ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പല ആളുകളും നമ്മളെ പരാതി വിളിച്ച് പറയാറുണ്ട്. അതിലെല്ലാം നഗരസഭ കൃത്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുപോലെ അതൊരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ള സന്ദേശം ഇങ്ങനെയൊരു സന്ദർഭത്തിലെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മുടെ മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഇനിയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് അത്തരത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ട് നഗരസഭ കൂടി മിനിസ്റ്റർ യോഗത്തിൽ പറഞ്ഞ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു കരാർ കൊടുക്കുന്നതിന് വേണ്ടി റെയിൽവേ തയ്യാറായിട്ടുള്ളത്. അതിങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ തീർച്ചയായും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്നുള്ള ഒരു വിഷയം തന്നെയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നത്. വളരെയധികം നന്ദി. പ്രതികരിച്ചതിന് രഞ്ജിത്ത് വളരെ വ്യക്തമാണ്. മേയർ വ്യക്തമാക്കിയ കാര്യം, അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയോ ഭരണകൂടത്തിന്റെയും മാത്രം ചുമതലയല്ല, പൊതുജനങ്ങളുടെ കൂടി ഒരു സഹകരണം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അനിവാര്യമായി മാറുന്നതിന്റെ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ അപകടമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, റെയിൽവേയാണ് ഈ കരാർ നൽകിയിരുന്നത് മാലിന്യ നീക്കത്തിന്. പക്ഷേ മഴക്കാലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടും എന്തുകൊണ്ട് ആ മാലിന്യ നീക്കം പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്താൻ കഴിഞ്ഞില്ല എന്നതിന് ഒരു ജീവൻ കൊണ്ട് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് വലിയൊരു ജാഗ്രതയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് എന്ന് തന്നെയാണ് നഗരസഭാ അധികാരികൾ വ്യക്തമാക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ
തെരച്ചിൽ നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു പ്രതീക്ഷാ നിർഭരമായ എന്തെങ്കിലും ഒന്ന് ലഭ്യമാകാത്ത സാഹചര്യം കൂടിയുണ്ട്. അതായത് വലിയ ദുഷ്കരമായ ഒരു ദൗത്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു വന്നത്. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? എന്തെങ്കിലും തരത്തിൽ ഒരു സൂചന ഈ അപകടത്തിൻ്റെ ഒരു തെരച്ചിൽ ലഭിക്കുന്നുണ്ടോ? മിഥുൻ കേൾക്കാമെന്ന് കരുതുന്നു. അവിടെ നമ്മുടെ ഡാൻ കുര്യനും MG മിഥുനും അവിടെ ഉണ്ട്. അവർ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വിൻഡോയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിനിടയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ, മുങ്ങിൽ വിദഗ്ധരുടെ അടക്കം ദൃശ്യങ്ങളാണ്. മറ്റൊരു വിൻഡോയിൽ ഇപ്പോഴും ആ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അത് പലതരത്തിൽ മേയർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ദുഷ്കരമായ ഒരു ദൗത്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് പ്രധാനമാണ്. ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുന്നു. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്താണുള്ളത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടേക്ക് ദൃശ്യങ്ങൾ പോയാൽ കാണാൻ ചെയ്യാം. അതായത് ഏകദേശം ഒരു 80 മീറ്ററോളം നീളമുണ്ട് ഈ തമിഴ്നാട് ഭാഗത്ത് നിന്ന് ഈ മറുവശത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്തേക്ക് എത്തുന്നതിന് വേണ്ടി. ഈ കാണുന്ന സ്വാഭാവിക വീതിയല്ല അകത്തേക്ക് പോകുമ്പോഴെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം അകത്തേക്ക് പോകുമ്പോൾ തുരങ്കമായ രീതിയിലാണ് പോകുന്നത്. അവിടെയൊക്കെ മാലിന്യം വലിയ രീതിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ 4 പേരടങ്ങിയ സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്ത് അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തിരച്ചിൽ പൂർണ്ണമായും അകത്തേക്ക് കയറിക്കൊണ്ട്, അതായത് ഈ നീന്തൽ വിദഗ്ധർക്ക് തന്നെ അകത്തേക്ക് കയറിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ മാലിന്യം ഇങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മാലിന്യം അതികൂമ്പാരമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അതിനിപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറുവശത്തും ഈ ഇപ്പുറത്തെ വശത്തു നിന്നും ആർഎസ് ഇറങ്ങി ഈ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം അകത്തേക്ക് പോയി ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി നടത്താൻ പോകുന്നത്. എന്തായാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കൂടുതൽ സമയമാകുന്നു അകപ്പെട്ടിട്ട്. എന്തായാലും ഇപ്പോഴും ആൾ അകത്തുണ്ട് എന്നുള്ളതല്ലാതെ ആ സമയത്ത് ഒഴുക്കുണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഏതെങ്കിലും സൈഡിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴും ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ നീന്തൽ വിദഗ്ധരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഇപ്പോഴും പണിപ്പെട്ട് ഇവിടെ ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് മേയർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ വിഭാഗമുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ വലിയ വിഭാഗമുണ്ട്. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെയും മറുവശത്തും ഈ സമാന സാഹചര്യമാണുള്ളത്. അകത്തേക്ക് പോകുമ്പോൾ ഈ സ്വാഭാവിക വീതി, ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന വീതിയല്ല അകത്തേക്ക് പോകുമ്പോഴുള്ളത്. അതൊരു തുരങ്കപാതയാണ്. അവിടേക്ക് ഒരാൾക്ക് മാത്രം അകത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു തുരങ്കപാതയാണ് എന്നാണ് ഈ റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അകത്തേക്ക് വരുമ്പോൾ മാലിന്യം കൂമ്പാരമായി കിടക്കുകയാണെങ്കിൽ അകത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു, വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒഴുക്കിൽപ്പെട്ട് അകത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. എന്തായാലും നിലവിൽ 2 സൈഡും കേന്ദ്രീകരിച്ച് മറുവശവും ഇപ്പുറത്തെ വശവും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഇപ്പോഴും പരിശോധന പുരോഗമനം. പക്ഷേ ഇതിന്റെ ഈ വലിയ പാലത്തിന്റെ അടിയിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഡൈവിംഗ് ടീമിന് ഇതിന് അടിയിലേക്ക് പോകാൻ ഒരുപാട് സാധ്യത ഉണ്ട്, ഉറപ്പില്ല. പക്ഷേ അവിടെ ഇയാൾ പോയെന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു. അവിടെയൊക്കെ മാലിന്യങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലോട്ടുണ്ടോ, നല്ല കൈക്കടിക്കും. അവിടെ ഒഴുകി പോകാനുള്ള നെറ്റ് വെച്ച് തടഞ്ഞിട്ടുണ്ടോ? പക്ഷേ അടിയിൽ മൊത്തം വേസ്റ്റാണ്. അടിയിൽ മൊത്തം വേസ്റ്റാണ്. അടിയിൽ നല്ല വേസ്റ്റാണ്, നല്ല കട്ടിക്ക് വേസ്റ്റാണ്. അപ്പോൾ അധികം മാറ്റിയിട്ടാണ് നോക്കിയിട്ട് കുറച്ച് വേസ്റ്റ് വെച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കരയിലൊരു സാധ്യത കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഇവിടെ നോക്കിയിട്ട് അവിടേക്ക് ഒഴുകി പോകാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. ഒഴുകി ഇത്രയും ദൂരമുണ്ട്, ഒഴുകി പോകാൻ സാധ്യതയില്ല.
രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുങ്ങൽ വിദഗ്ധന്റെ സംസാരമാണ് കേട്ടത്. അത് അദ്ദേഹം പറയുന്നത് ചെളിയാണ്, ശക്തമായ ചെളിയാണ്. ചെളി കാരണം ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുകയാണ്. പക്ഷേ ഇപ്പോഴും അത് പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെ അടക്കം കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ വേണ്ടിവരും. കാരണം അത്രത്തോളം മാലിന്യങ്ങൾ നീക്കേണ്ട പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഉപരിതലത്തിൽ മുകളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ മാത്രമാണ് നീക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഈ ജീവനോടുകൂടി ഈ തൊഴിലാളിയെ രക്ഷിക്കുക എന്ന ഒരു ശ്രമത്തിന് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷയ്ക്ക് കാര്യമായ മങ്ങലേറ്റിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്ര അധികം മണിക്കൂറുകൾ കഴിഞ്ഞു, 2-2.5 മണിക്കൂർ ആകുന്നു ഈ അപകടം നടന്നിട്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് ഒരു പ്രശ്നപരിഹാരത്തിൽ ജീവനോടെ രക്ഷിക്കാനുള്ള സമയം കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും പ്രതീക്ഷയോടുകൂടി തുടരുകയാണ്. MG മിഥുനുണ്ട്. മിഥുൻ, തുടരാം. രഞ്ജിത്ത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ, അതായത് ഈ മേൽപ്പാലത്തിന് അകത്തൂടെ മാൻഹോളുകളുണ്ട്. ഈ അതായത് ഈ റെയിൽവേ ട്രാക്കിന് ഇടയിലൊക്കെ ഓരോ മാൻഹോളുകളുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ആ മാൻഹോളിലൂടെ ഇറങ്ങി ആ തുരങ്കത്തിലേക്ക് എത്തിയതിനു ശേഷം അവിടുത്തെയുള്ള ആളെ കണ്ടെത്താനാകുമോ? ഒപ്പം തന്നെ ആ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ശക്തമായി ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാലിന്യം കുമ്പാരമായി കിടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടേക്കുള്ള പരിശോധനകൾ കൂടി നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രാക്കിനിടയിൽ, അതായത് ഈ ട്രാക്കിൽ ഇപ്പോൾ ട്രെയിനുകൾ നിർത്തിയിട്ട് കൊണ്ട് തന്നെ അതിലേക്ക് അവിടെ ദുഷ്കരമാണ്. കാരണം ട്രെയിനുകളൊക്കെ വന്നു പോകുന്ന സെൻട്രൽ സ്റ്റേഷൻ കൂടി ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ തീവണ്ടി റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപമാണ് ഈ അപകടം. അതിന് സമീപത്തോടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെയൊക്കെ പാർക്കിംഗ് സ്ഥലത്തിൻ്റെയൊക്കെ അടുത്തുകൂടിയാണ് ഈ തോട് ഒഴുകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അത് രക്ഷാപ്രവർത്തനം, എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷാ നിർഭരമായ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുന്നു, അവർ നേതൃത്വം നൽകുന്നു. ശ്രമകരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, അത്രയധികം മാലിന്യങ്ങൾ, നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും അതങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്നുള്ളത് മനസ്സിലാക്കണം. ദീർഘകാലമായി നഗരത്തിൻ്റെ ശാപമായി ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ശുചീകരണത്തിനായി ചിലവാക്കി, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളടക്കം ചിലവാക്കിയിട്ടും ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു പൂർത്തീകരണം ഒരു കാരണവശാലും സംഭവിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ അനവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലാണ് ഇത്ര വലിയ ഒരു അപകടമുണ്ടായത് എന്നുള്ളതാണ്. അവിടെ കൂടുതൽ വലിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം റെയിൽവേ സ്റ്റേഷനുള്ളിലെ ചില ഓടകളുണ്ട്, അവിടെ ചില വെള്ളക്കെട്ടുകളുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ടേക്കൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട്. 3 മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. ടൺ കണക്കിന് മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആമയിഴഞ്ചാൻ തോട്. സജ്ജമാക്കിയിരിക്കുന്ന ഈ ഓക്സിജൻ ഡാൻ പറഞ്ഞോളൂ. മിഥുൻ, എന്താണ് സംഭവിക്കുന്നത്? മിഥുൻ, കേൾക്കാമോ? കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ രഞ്ജിത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഈ റെയിൽവേ ട്രാക്കിലെല്ലാം തന്നെ തീർച്ചയായും ഈ മാൻഹോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് രഞ്ജിത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഇവിടെ ട്രെയിൻ ട്രാക്കുകളിൽ നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഇവിടെ നിന്ന് രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം മാൻഹോളുകൾ ഇതിന് ഇടയിലാണ്, ഈ ട്രാക്കുകൾക്കിടയിലാണ് മാൻഹോളുകളുള്ളത്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക. കാരണം അതിലേക്കൂടെ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള മാൻഹോളുകളാണ്. അതിലൂടെ ഇറങ്ങി ആ ഒരു തുരങ്കത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന ഫയർഫോഴ്സിനുമൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ആ മേഖലയിലേക്കാണ് രഞ്ജിത്ത് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു
പരിശോധനാ സംഘം കൃത്യമായി പറയുന്നുണ്ട്. കാരണം അകത്തേക്ക് തുരങ്ക തരത്തിലാണ് ആ പാതയുള്ളത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകുമ്പോൾ വളരെ വലിയ രീതിയിൽ ചെളിയുണ്ട്, മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറത്തു നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളുകൾ വഴി, ഈ ട്രാക്കുകൾക്കിടയിലുള്ള മാൻഹോളുകൾ വഴി ആ രീതിയിലുള്ള പരിശോധന നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രജിത, അതാണ് സാഹചര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മാൻ ഹോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളുണ്ട്. അടിയൊഴുക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടിയൊഴുക്കുണ്ട് എങ്കിൽ ഈ മാൻ ഹോളുകളിലേക്ക്, റെയിൽവേ ട്രാക്കിനകത്തുള്ള മാൻ ഹോളുകളിലേക്ക്, റെയിൽവേ ട്രാക്കിനുള്ളിലെ മാൻ ഹോളുകളിലേക്ക് ഈ ശരീരം ഒഴുകിയെത്താനുള്ള പശ്ചാത്തലവും സാഹചര്യവും ഒക്കെയുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പരിശോധനകൾ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ കഠിനമായ പരിശ്രമത്തിലാണ്, കഠിനമായ ഒരുപാട് ശ്രമങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. ഈ മാൻഹോളുകളിലൂടെ എത്താൻ, ഇന്ന് മാൻഹോളുകളിൽ ഒഴുകിയെത്താനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അവർ നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ശുചീകരണ തൊഴിലാളികളിൽ ഒരാളാണ് അപകടത്തിൽപ്പെട്ടത്. മാൻഹോളുകളൊക്കെ നമുക്ക് ചില ദൃശ്യങ്ങളിലൊക്കെ മാൻഹോളുകളുടെയൊക്കെ കാണാം. അവിടെ എവിടെയെങ്കിലും മൃതദേഹം കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരുപാട് വെള്ളക്കെട്ടുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷനും പരിസരവും. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഗർത്തങ്ങളുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഒഴുകിയെത്താനുള്ള സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ, അത്തരത്തിലൊരു അപകടമുണ്ടായാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെന്ന് സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിരവധിയായ തലങ്ങളിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മാരായമുട്ടം സ്വദേശിയാണ് കാണാതായത്. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് 3 മണിക്കൂർ, 50ഓളം രക്ഷാപ്രവർത്തകർ 3 മണിക്കൂറായി ശ്രമകരമായ ഈ ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം കൂടിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ടൺ കണക്കിനുള്ള മാലിന്യമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഭരണാധികാരികൾ മാറി വന്നിട്ടും, തുടർച്ചയായി ഭരണം ഇവിടെ ഉണ്ടായിട്ടും, ഈ ആമയിഴഞ്ചാൻ തോട് എന്ന നഗരത്തിലെ ഈ മാലിന്യ കൂമ്പാരത്തെ അതിൻ്റെ പൂർവസ്ഥതയിലെത്തിക്കാനുള്ള, അതിനെ ഒന്ന് ശുചീകരിക്കാനുള്ള ഒരു ശ്രമങ്ങളും ഒരു ദൗത്യങ്ങളും ഇത്തരത്തിൽ പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും നിസ്സഹായമായ ഒരു കാര്യം. ഓടകളുടെ ഈ മാൻഹോളുകളുടെയൊക്കെ സ്ലാബുകൾ നീക്കിയുള്ള പരിശോധന കൂടി പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും സജീവമായി നടത്തുന്നു. ദുഷ്കരമായ ദൗത്യമാണ്, വളരെയധികം ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അത് അത്തരത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകരടക്കം ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് ശ്രമകരമായി തന്നെ അവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. റെയിൽവേ സ്റ്റേഷനുള്ളിലെ ഓടകളിലും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഓടകൾക്കൊക്കെ സ്ലാബിട്ട് മൂടിയ ഓടകൾ കൂടിയുണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയൊക്കെ മാലിന്യ കൂമ്പാരങ്ങൾ കൂടിയാണ് ഈ ഓടകളെല്ലാം എന്നുകൂടി മനസ്സിലാക്കണം. അതൊക്കെ ശുചീകരിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുക ഉള്ളതാണ്. ഈ പാളത്തിൻ്റെ അടിയിലും മറ്റും ഇത്തരം തോടുകളുണ്ട്. ഈ തോടുകളിലും ഒക്കെ ഓടകൾ നീക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഈ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുന്നത്. ഒരുപാട് വെള്ളം കുറഞ്ഞല്ലേ? ഇടുപ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം
ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് നീ ക്ലബിൽ മറ്റേ ഇലക്ഷൻ ഉച്ചയ്ക്ക് തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതികഠിനമായ ശ്രമമാണ്. ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു തോട്, അത് വെല്ലുവിളിയാകുന്ന പശ്ചാത്തലം. മാലിന്യം നീക്കിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മാലിന്യ കൂനയായി മാറിയ തോട്ടിലാണ് ഈ സാഹസികമായ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്. തലസ്ഥാന നഗരത്തിലാണ് അത്യപൂർവമായ ഈ രക്ഷാ ദൗത്യം ഇപ്പോൾ നടക്കുന്നത്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള അതികഠിനമായ ശ്രമമാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നിരവധിയായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ട്. അവരത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നോക്കുകയാണ്. മിഥുനുണ്ട്. മിഥുൻ, ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ട പശ്ചാത്തലമുണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണോ പുരോഗമിക്കുന്നത്? ആളിനെ കാണാതായ ആളിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകം അതെ ഇറങ്ങി ഇതിന്റെ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യണം. നമുക്ക് ആകെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് ആ ഓടയിൽ നിന്ന് നേരിട്ട് വരുന്ന കുറച്ച് വേസ്റ്റുകളൊക്കെ അടിഞ്ഞു നിന്നിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് മാറ്റി കഴിയുമ്പോൾ ആളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. പരിശോധന നടത്തിയിരുന്നല്ലോ, അവിടെ പരിശോധന സാധ്യമാകാത്ത സാഹചര്യത്തിലായിരുന്നു. അതെ 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 അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും വേസ്റ്റ് നല്ല തിക്കായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് ഈ സിലിണ്ടറും വെച്ച് ധരിച്ചും കൊണ്ട് ഒരാളിന് സ്കൂബ ടീമിന് എത്താൻ പറ്റൂല. നമ്മൾ ഏകദേശം ഒരു 30 മീറ്ററോളം വന്നിട്ടുണ്ട്. ഇനി അതിന് മുന്നോട്ട് വരണമെങ്കിൽ ഈ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൂടെയാണ് കടന്നു വരാൻ. അതിലുള്ള വേസ്റ്റ് മാറിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സെർച്ചിങ് നടക്കുകയുള്ളൂ. ഈ വേസ്റ്റ് പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ഇദ്ദേഹത്തെ പുറത്ത് കഴിയൂ, അടുത്തെങ്കിലും എത്താൻ കഴിയൂ ആളുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരു മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് അതൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആകെ ഒരു പ്രതീക്ഷ ഈ ആദ്യത്തെ ഈ ഒരു ഗ്യാപ്പാണ്, അതിലേക്ക് വേണ്ടിയാണ്. തീർച്ചയായും അത് തന്നെയാണ് രഞ്ജിത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആകെ ഉള്ള ഒരു ഹോപ്പ് ഇത് മാത്രമാണ്. ഈ ഒരു മാൻഹോളിലൂടെ, അതായത് ഇവിടെ നിന്നാണ് ഈ വേസ്റ്റുകൾ നേരത്തെയൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ ഇവിടെ നിന്നാണ് ഇത് കോരി മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടേക്ക് ഒരു പക്ഷേ എത്തുകയാണ് എങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ പരിശോധനാ സംഘമുള്ളത്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുള്ളത്. ഒപ്പം തന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീമുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തുരങ്കപാത പോലെയാണ് അകത്തേക്കുള്ളത്. പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ അത്രയും വീതി അകത്തേക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാലിന്യവും ഒപ്പം തന്നെ ചെളിയും കൂടി അടിഞ്ഞതോടുകൂടി തന്നെ ഇവർക്ക് ഈ സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവരും കുടുക്കി പോകാനുള്ള അടക്കമുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ ഒരു മാലിന്യം ആ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ വലിയ മഴയായിരുന്നു അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നും ഇതുപോലെ മാലിന്യം കുന്നുകൂടി ഒഴുകിയെത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതുവഴിയാണ് ഒഴുകി പോവുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി ഇപ്പോൾ ഈ ഒരു പരിശോധന സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്, ഒപ്പം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം ഈ ഒരു തുരങ്കത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് ഇവര് നിഗമനം. കാരണം അതല്ല എങ്കിൽ നേരത്തെ തന്നെ പുറത്തേക്ക് കാണാമായിരുന്നു. കാരണം ഈ ഒരു വീതിയിൽ, നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു വീതിയിൽ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആള് കുടുങ്ങി കിടപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ആ സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തി ഇവിടെ നിന്ന് പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവർ അകത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ആണ് ഷവർ വലിയ തോതിൽ അടിഞ്ഞു കൂടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടേക്ക് എത്തി ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്താണ് വാട്ടർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ നിന്ന് ആളെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ഒരു ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും റെസ്ക്യൂ ടീമിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അത് ചില ഒരു പ്രാഥമിക അനുമാനം മാത്രമാണ്. കാരണം ഒരുപക്ഷെ അകത്തേക്ക് എവിടെയെങ്കിലുമാണ് ഇദ്ദേഹം കുടുങ്ങി കിടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അകത്തേക്ക് കയറാതെ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടത് പ്രധാനമായും ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് വലിയ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള
ഈ ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ ഏകദേശം 25 മീറ്ററോളം നമുക്കറിയാം അദ്ദേഹം വീണ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഏകദേശം 25-30 മീറ്ററുകൾ ഇപ്പുറത്തോട്ടാണ് ഈ ഒരു മാൻഹോൾ ഉള്ളത്. അതിനകത്തേക്ക് അതായത് കയറി ആദ്യത്തെ 10 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്വാഭാവികമായി നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു വീതി അത് കുറയും. പിന്നീടുള്ളത് തുരങ്കപാതയാണ്. തുരങ്ക രീതിയിലാണ് അകത്തേക്ക് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അതുവഴി ഏകദേശം 25 മുതൽ 30 മീറ്റർ വരെ ദൂരം ഇവിടേക്കുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു മാൻഹോളിൽ നിന്ന് ആളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും സ്കൂബ ഡൈവിംഗ് ടീം എത്തി ഇവിടുത്തെ അതിന്റെ കാര്യങ്ങൾ അവർ പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊപ്പം. എന്തായാലും നിരവധി ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറിനോട് അടുക്കുന്നു ഇദ്ദേഹം ഈ ഒരു ഇതിനകത്ത് അകപ്പെട്ടിട്ട് അതിനുവേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടും ഏകദേശം 3 മണിക്കൂറിനോട് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഈ മാൻഹോൾ വഴി അകത്തേക്ക് പ്രവേശിക്കാം. അതും ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മാൻഹോളാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം റിസ്കി ഫാക്ടറാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് വെള്ളത്തിന് സുഗമമായി ഒഴുകി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ സംഘം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ രണ്ട് വശത്തും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മാലിന്യങ്ങൾ ഇനിയും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ ഒരു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവിടെ ആ മാലിന്യങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇനിയും പുറത്തുനിന്ന് ഒഴുകി വരുന്ന മാലിന്യങ്ങളെ അവിടെ തടഞ്ഞുകൊണ്ട് അത് അവിടെ തന്നെ നീക്കം ചെയ്തുകൊണ്ട് അകത്തേക്ക് ഈ മാലിന്യങ്ങൾ എത്താത്ത രീതിയിൽ ഇപ്പോൾ നിലവിൽ ഈ തുരങ്കത്തിനകത്തും ഒക്കെയുള്ള ആ മാലിന്യങ്ങൾ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് രഞ്ജിത്ത് നമ്മൾ കാണുന്നത്. ഈ മാൻഹോളുകൾ കേന്ദ്രീകരിച്ച് ഈ റെയിൽവേ സ്റ്റേഷനുള്ളിലെ മാൻഹോളുകളിലും ഈ വെള്ളത്തിൻ്റെ ഈ അമഴിഞ്ഞു നോട്ടുന്നുള്ള വെള്ളമടക്കം ഒലിച്ചെത്തും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം മാൻഹോളുകളിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ മുങ്ങൽ വിദഗ്ധരും അവിടുത്തെ മറ്റു തൊഴിലാളികളും എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. മുങ്ങൽ വിദഗ്ധർ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ കൂടി നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടെത്തലിനായി ഒരു പ്രതീക്ഷാ നിർഭരമായ ചില ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലൊരു ജീവൻ അത്തരത്തിൽ രക്ഷിച്ചെടുക്കുക എന്നുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഫയർഫോഴ്സിൻ്റെ, സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഒപ്പം തൊഴിലാളികളുടെ ഒക്കെ ഭാഗത്തു നിന്ന്, നഗരസഭാ ജീവനക്കാരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. റെയിൽവേയുടെ വലിയ ഒരു സംഘവും ദൗത്യ സംഘവും ഏതായാലും ഇതടക്കം 50ഓളം ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നാണ് MG മിഥുനും ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ബുള്ളറ്റിനിൽ ഈ വാർത്തയിൽ തന്നെ നിൽക്കും. പകൽ വാർത്തയ്ക്ക് ശേഷം ഉടൻ തന്നെ സ്പോട്ട് ലൈവ് ആരംഭിക്കും. നമസ്കാരം.